അപ്പം മച്ചന്മാർ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഡെഡായ ബാറ്ററി അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ബാറ്ററി നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നാണ് ഒരു വീഡിയോ ആണ്. ഇപ്പോൾ എല്ലാവരുടെയും ബാറ്ററിയൊക്കെ നിറയെ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്. കടയെ കൊണ്ട് കൊടുക്കുന്ന ചാർജ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുക പറഞ്ഞു വെച്ചാൽ അവർ പോയി കേട് വന്നെന്ന് പറയും. കേട് വന്ന് നമ്മുടെ ബാറ്ററി അവർ പുതിയത് വാങ്ങുമ്പോഴാണ് എടുക്കുന്നത് വെറും 100 രൂപയ്ക്കാണ്. അതേപോലെ തന്നെ ചാർജ് ചെയ്യാനാണെങ്കിലും അവർ 100 രൂപ വാങ്ങുന്നതായിരിക്കും. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ ചാർജിങ് കയറത്തില്ല, കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുന്ന സാധനത്തിന് അവർ വന്നിട്ട് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഒഴിവാക്കാനേ നോക്കത്തുള്ളൂ. അവർ പുതിയ ബാറ്ററി എടുപ്പിക്കാനേ നോക്കത്തുള്ളൂ. അതൊരു ബിസിനസ്സാണ്, അവരുടെ ബിസിനസ്സാണ്, നമുക്ക് അതിന് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ബാറ്ററിനെ റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാം, പഴയ കണ്ടീഷനിൽ എങ്ങനെയാക്കാം, എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ബാറ്ററി ഉള്ളത് നേരത്തെ കുറച്ച് ഹോണം ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുമായിരുന്നു, ചെറിയ ഇൻഡിക്കേറ്ററൊക്കെ കത്തുമായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡെഡായിട്ടുള്ള കണ്ടീഷനാണ്. സോ എങ്ങനെയാണ് നമുക്കത് റിക്കവർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് തുച്ഛമായ റേറ്റ്, വെറും 20 രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒരു DY സെറ്റപ്പാണ്. അത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ചിലവില്ലാതെ തന്നെ എങ്ങനെ റിക്കവർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫുള്ളായിരുന്നു കാണണം കേട്ടോ. നിങ്ങളൊരു എക്സാമ്പിൾ വീഡിയോ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇഗ്നിഷൻ ഓണാക്കണം. നമ്മുടെ 12B 2.5 ഒക്കെയാണ് നമ്മുടെ ഇത് ബാറ്ററി വരുന്നത്. പക്ഷേ നമുക്കിത് ഹോണും ഇതൊക്കെ വർക്ക് ചെയ്യണം, ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാൻ പോലെയാണ് സംഭവം. ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഡെഡ് കണ്ടീഷനാണ് ബാറ്ററി. സോ അവർ ഒഴിവാക്കിയതാണ്. നമുക്ക് ചാർജ് ചെയ്യാൻ കൊടുത്തു, പിന്നെ പവറിന് ഒരു കംപ്ലൈൻ്റ് ആണ്, അത് വേണ്ട, അപ്പോൾ ഒഴിവാക്കണം പറഞ്ഞു, അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ തുച്ഛമായ റേറ്റിൽ റെഡിയാക്കുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒറ്റ ഒരു കാര്യമാണ്, നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ വേണം, നമ്മുടെ ബാറ്ററി വാട്ടർ പറയും. അപ്പോൾ ഈ സംഭവം ആവശ്യമുണ്ട്. ഇത് വെറും 20 രൂപയുള്ളൂ, എല്ലാ പമ്പിൽ പോലും കിട്ടും. ഇത് വന്നിട്ട് ഈ വാട്ടർ ഇത് വന്നിട്ട് പ്യുവറായിട്ടൊരു വാട്ടറാണ്, ജസ്റ്റ് ഒരു ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള ഒരു വാട്ടറാണ് സംഭവം. ഇത് വെറും 20 രൂപ വരുന്നത്. ഇത് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇത് എക്സൈഡ് എന്ന കമ്പനീൻ്റെയാണ്, നമുക്ക് ഏത് പമ്പിൽ പോലും കിട്ടും. വെറും 20 രൂപ ചിലവിൽ നമുക്ക് ഈ ബാറ്ററി വാട്ടർ വാങ്ങുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ മനസ്സിലാകും. നിങ്ങൾ വെറുതെ കാശ് കളയാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ലോ ആയി പോകുന്ന ഫ്രണ്ട്സ്, ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറുന്ന ഫ്രണ്ട്സ്, എക്സ്പെഷ്യലി റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ ഏറ്റവും കൂടുതൽ ബാറ്ററി പോകുന്ന ആ വണ്ടികളിലേക്കാണ്. സോ അവർക്ക് ഇതൊരു വീഡിയോ ഉപകാരമാവട്ടെ എന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇതേ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കയ്യിൽ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല. ഓൾറെഡി ഞങ്ങളിത് ട്രൈ ചെയ്താണ്. അപ്പോൾ ബാറ്ററി ഡൗൺ ആയ ബാറ്ററി സുഖമായി സെൽഫ് അടിച്ചാണ്. നമ്മൾ ബാറ്ററി ചാർജറിൻ്റെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ജസ്റ്റ് നിങ്ങൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായി കാണും, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും ചെയ്ത് നോക്കാവുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്, സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായി കണ്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഫുള്ളായി വീഡിയോ ഇരുന്ന് കാണുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തായാലും റിപ്ലൈ തന്നിരിക്കും അപ്പോൾ തന്നെ. ഇത് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിൻ്റെ സൈഡ് നമ്മുടെ ബാറ്ററി വരുന്നത് നമ്മുടെ വണ്ടിയിൽ എൻ്റെ RX100 ആണ് നമ്മുടെ ഈ സൈഡിലായി വരുന്നത്. ഇത് വന്നിട്ട് ഇതിൻ്റെ വരുന്ന ബാറ്ററി അല്ല, ഇത് വന്നിട്ട് വേറൊരു ബാറ്ററിയാണ്. ബാറ്ററി സെറ്റപ്പ് കുറച്ച് വലിയ ബാറ്ററിയാണ്, കുറച്ച് നീളത്തുള്ള ബാറ്ററിയാണ്. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഉള്ളിലേക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ കവർ ഊരാം. ഇത് സിമ്പിളാണ് കേട്ടോ, ജസ്റ്റ് വലിച്ചു കൊടുത്ത ഊരി വരുന്നതാണ് നമ്മുടെ ബാറ്ററി. കണ്ടല്ലോ, ഇത് SF സോണിക് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിൻ്റെയാണ് ബാറ്ററിയാണ്. സോ നമുക്കിനി കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് നമുക്കിത് എല്ലാം ഒന്ന് അയച്ചെടുത്താം. ഒരിക്കൽ ബാറ്ററി ഫിറ്റ് ചെയ്താണ്, സംഭവം അതിന് പോയി തോന്നുന്നു, പോയി ഫിറ്റ് ചെയ്ത് വെച്ചതാണ്. സോ നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കാം കേട്ടോ. അയച്ചിട്ട് എന്തായാലും എനിക്ക് കൈ വെച്ചിട്ട് എന്തായാലും ഇത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സോ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ബാക്കി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നമ്മുടെ ബാറ്ററി ഊരിയതിന് ശേഷം ഇങ്ങനെ കണ്ടീഷനാണ്. നമ്മൾ ബാറ്ററി ഊരുമ്പോൾ തെർമലെല്ലാം സൂക്ഷിച്ച് ഇൻസുലേഷൻ ചെയ്തിട്ട് തന്നെ വെക്കണം. വണ്ടി എടുക്കണമെങ്കിൽ കൂടെ ഇൻസുലേഷൻ ചെയ്ത് വെക്കണം. സോ പിന്നെ ഈ ക്യാപ്പ് നമ്മൾ ഊരിയെടുക്കണം കേട്ടോ. ഈ ക്യാപ്പ് ഊരിയെടുത്താലേ നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ ഒഴിക്കേണ്ട ഒരു ഇത് വരുന്നുള്ളൂ, അത് എടുക്കണം. അതേപോലെ തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ 2 തെർമലും ജസ്റ്റ് ഒരു എമിൽ പേപ്പറോ ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ അത്രയും നന്നായി. സോ നമുക്ക് അടുത്തത് ആ വീഡിയോ ആണ്. അതെന്തായാലും ഇത്തിരി കുത്തി തുറക്കത്തിരി പണിയായിരിക്കും. എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി നമുക്ക് കാണാം കേട്ടോ. ഇത്തിരി മോശമായ കണ്ടീഷനാണ് ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. നല്ല ഗം ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. ചിലത് നമുക്ക് ഈസി ഓപ്പൺ ചെയ്യാം, ഇത് നമുക്ക് അങ്ങനെ ഈസി ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുത്തി തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വന്തം റിസ്ക്കിലായിരിക്കണം കേട്ടോ. ഇത് എന്തെങ്കിലും ആയിട്ട് ഡിസ്ട്രോയ് അവർ ചെയ്ത് നമ്മുടെ അടുത്ത് പറയരുത്. ഇതൊക്കെ എല്ലാം സ്വന്തം റിസ്ക് ചെയ്യണം. സിമ്പിളായി ചെയ്യാവുന്ന കാര്യം തന്നെ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് സേഫായി ചെയ്യണം, അത്രേ ഉള്ളൂ. 2 തെർമലും ഇപ്പം നമ്മൾ ഈക്വലി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഒരു സംഭവം മെറ്റൽ പീസ് വെച്ചിട്ടാണ് ഇതാക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു അലുമിനിയം സെറ്റപ്പാണ്. ദ്രവിച്ച് പെട്ടെന്ന് നമ്മൾ തേനി പോകുന്ന സെറ്റപ്പാണ്, അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആകും. ഇനി ഈക്വലി എല്ലാ പോട്ടുകളിലും ഈക്വലി ബാറ്ററി വാട്ടർ നിറയ്ക്കണം കേട്ടോ.
നമുക്കിത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു 12 വോൾട്ട് അഡാപ്റ്റർ വേണം. നമ്മുടെ എല്ലാ സെറ്റ് ടോപ്പ് ബോക്സ്, നമ്മുടെ എല്ലാ വീട്ടിലുള്ള സെറ്റ് ടോപ്പ് ബോക്സ് ഉണ്ടാകും, അതിലൊക്കെ യൂസ് ചെയ്യും. ഇത് വന്നിട്ട് 12 വോൾട്ട് 2 ആംപിയർ ആണ്, 2.0 ആംപിയർ ആണ് വരുന്നത്. ഇത് ലോക്കലാണ്, നമ്മൾ ലോക്കലായിട്ട് വാങ്ങിയതാണ്. സോ ഇങ്ങനത്തെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ ഉണ്ടാകുമ്പോൾ നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിലൊക്കെ വരുന്ന അതേ മോഡലാണ് കേട്ടോ, യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഇവിടെ പ്ലഗിനെ പോലത്തെ ഫീമെയിൽ പോർട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ അതുള്ളവർ അങ്ങനെ ചെയ്യുക, ഇല്ലാത്തവർ വന്നിട്ട് ജസ്റ്റ് 10-20 രൂപ വരുന്നുള്ളൂ, അതും കൂടെ ഒന്ന് വാങ്ങിയാൽ സിമ്പിളായി കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കണക്ഷൻ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്, ഇതിൽ പോസിറ്റീവ് തെർമൽ പോസിറ്റീവും നെഗറ്റീവ് തെർമൽ നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് നെഗറ്റീവും റെഡ് പോസിറ്റീവും ഒരു ഫീമെയിൽ പോർട്ടും ഉണ്ട്. അതുകൊണ്ട് ഈസി നമുക്ക് ചാർജ് ചെയ്യാം, സിമ്പിളായിട്ട് തന്നെ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതി. വീണ്ടും ഒരു 1 അവർ വെയിറ്റ് ചെയ്യണം, ഒരു 60 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ചാർജ് ആവുള്ളൂ. അതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു പവർ കാണിച്ചു തരാം കേട്ടോ. ഫാനിൻ്റെ ഈ ഒരു പവറേ ഉള്ളൂ. ഇപ്പോൾ ഫാൻ ബാങ്ക് ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരാം സെറ്റപ്പ് ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് കാണിച്ചതെന്ന്. സംഭവം നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. എനിക്കറിയാമല്ലോ എത്രത്തോളം മാറ്റം വന്നത്. നമുക്ക് സക്സസ് ആണെങ്കിൽ സക്സസ് പറയും, ഇല്ല എന്നുണ്ടെങ്കിൽ മോശമാണെന്ന് തന്നെ പറയുള്ളൂ. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ചാർജിന് മുമ്പ് ഇത് ഓപ്പൺ ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. ഇത് ഇടല്ലേ, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിന് ചാർജ് ചെയ്യുക. എന്തെങ്കിലും ഉള്ള ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറിക്ക് തന്നെ പോയിക്കോട്ടെ, അല്ലാണ്ട് നമ്മൾ ഗ്യാപ്പ് ലോക്ക് ചെയ്ത് പറഞ്ഞാൽ എന്താ ചിലപ്പോൾ പ്രഷർ പോലെ വന്നു പറഞ്ഞാൽ ചിലപ്പോൾ ചാടിപ്പോരും. ഓപ്പൺ ചെയ്ത് തന്നെ ചാർജ് ആവട്ടെ കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ചാർജിങ് സെറ്റപ്പ് വന്നിട്ട് നമ്മുടെ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് വെളിച്ചില്ല. സോ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ചാർജ് ചെയ്യണത്. ചാർജ് ഒക്കെ അതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്യുക. ഒരു ഫ്ലെക്സ് ക്വിക്കും വാങ്ങിയിട്ട് ഫ്ലെക്സ് ക്വിക്കോ അല്ലെങ്കിൽ ഫെവി ക്വിക്കോ എന്തെങ്കിലും വാങ്ങിയിട്ട് അതിന് ബോർഡറിൽ മാത്രം ഇട്ടിട്ട് ലോക്ക് ചെയ്യുക. അത്ര ഉള്ളൂ പരിപാടി. ഇനി ഒരു 1 അവർ അതിന് ശേഷം നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഏകദേശം 1 അവറോളം ചാർജ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തു. നമ്മുടെ ഒരു നോർമൽ RX സ്റ്റോക്ക് ബൾബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായി കത്തി, അടിപൊളി ലൂമിനസിൽ ഹൈ പവർ തന്നെ കത്തിയിട്ടാ, അടിപൊളിയായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി സംഭവം സക്സസ് ആയിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ചെറിയൊരു സ്പാർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സ്പാർക്കിനെ പോലെ ചെറിയ വൈറൽ മുട്ടിച്ച് സ്പാർക്ക് ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ നിങ്ങൾ വേറൊരു കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല, കംപ്ലീറ്റ് ഡിസ്കൗണ്ട് ആണ്. ഉണ്ടല്ലോ, നല്ല പവറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്യാപ്പ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വണ്ടീൻ്റെ ലൈറ്റ് ഹോണൊക്കെ വർക്ക് ചെയ്യും. ഹോണൊക്കെ ഇനി കംപ്ലൈൻ്റ് ആണോ എന്ന്, അതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടോയെന്ന് അറിയില്ല, കുറേ അങ്ങനെ കിടക്കണം. സോ വർക്ക് ചെയ്യണത് എങ്ങനെയാണ് വർക്ക് ചെയ്ത് എങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ നമ്മൾ ഫുള്ളായി പാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കുറച്ച് വയറൊക്കെ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്യാനുണ്ട്, അതൊന്ന് ചെയ്തിട്ട് നമുക്കിത് പാക്ക് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കാണിച്ചു തരാം. എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ ട്രൈപ്പോഡൊന്നും ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ റിസൾട്ട് മാത്രം കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് പറ്റുന്ന പോലെ അറ്റാച്ച് ചെയ്തിൻ്റെ വീഡിയോയിൽ ഫുള്ളായി കാണുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. നല്ല വെയിലാണ്, നല്ല ഉച്ചയ്ക്കാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണത്. നമ്മുടെ ബാറ്ററി ഇൻസ്റ്റലേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. കാണിച്ചു തരാവേ. ഇങ്ങനെ ഒരു ടൈ വെച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുക, ഒരു വിളിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നത്. തെർമലെല്ലാം കറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇതിൽ ചെറുതായിട്ടൊരു ഇൻസ്റ്റലേഷൻ മാത്രം അടിക്കണം, അത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ജസ്റ്റ് വണ്ടീൻ്റെ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ പെർഫെക്റ്റായി വർക്ക് ആകുന്നുണ്ട്, എല്ലാ സൈഡും വർക്ക് ആകുന്നുണ്ട്. മെയിൻലി ഹോൺ അടിപൊളി അടിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ 100% ചാർജായ ബാറ്ററിയിലാണ്, അടിപൊളിയായിട്ട് ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് സിമ്പിളായി വീട്ടിൽ ചെയ്യുന്നതാണ്. ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ വണ്ടി ഓടും തോറും നാളേക്ക് എനിക്കൊരു 350 കിലോമീറ്ററിൻ്റെ ഒരു ട്രിപ്പും ഉണ്ട്. മെയിനായിട്ട് പുറത്ത് പോകുന്ന പറഞ്ഞാൽ ഒത്തിരി ഹോണില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ അക്രമം കാണിക്കുന്നതുകൊണ്ട് പുറത്ത് പോയി കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഹോണ് വെച്ചിരുന്നു, ഹോണ് വേണമെന്നുള്ളത് കൊണ്ടാണ് ബാറ്ററി നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. സോ അപ്പോൾ എല്ലാം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. സേഫായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ പറയുക, ധൃതി പിടിച്ച് ചെയ്യാറുണ്ട്. സമാധാനം ഇരുന്ന് ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ബാറ്ററി ഒന്നും കുത്തി തുറക്കാതെ സമാധാനത്തോടെ എങ്ങനെ തുറന്നെടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് നോക്കുക, അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡെയിലി എപ്പോഴും ബാറ്ററി ഇറങ്ങിപ്പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. മെയിനായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ യൂസേഴ്സിന് മെയിനായിട്ടൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്. Unreal troublemaker.